ഇപ്പോൾ ഈ സിനിമ ഓരോ പടം റിലീസാകുമ്പോഴേ കാണണോ വേണ്ടയോ എന്നുള്ളതാണല്ലോ. അപ്പം ഞാനെപ്പോഴും പറയത്തില്ല ഞാൻ പടം കാണാറില്ല, മോശമാണേ കാണത്തില്ല. മോശമാണ് എന്നറിയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്കറിയാവുന്നവരൊക്കെ ചിലർ കണ്ടിട്ട് പടം കണ്ട് കൊള്ളത്തില്ലെന്ന് പറയുന്നതാണ്. അപ്പോൾ ഇപ്പോൾ എനിക്കൊരു മെസ്സേജ്, ഞാൻ രാവിലെ പടത്തിന് പോകാൻ പറ്റുന്ന 11 മണിക്ക് ഞാൻ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാനൊരു 8 മണിയായപ്പം യൂട്യൂബ് കയറി നോക്കി. എന്നാലും ഇവന്മാർ റിവ്യൂ ഒക്കെ ഭയങ്കര നെഗറ്റീവ് ഒന്നും കൊടുത്തിട്ട് നെഗറ്റീവ്. അപ്പോൾ ഞാൻ പിന്നെ എന്തായാലും 110 രൂപയല്ലേ ടിക്കറ്റിൻ്റെ, അത് പോട്ടെ. നിങ്ങൾ പോവുകയാണെങ്കിൽ അതിനുള്ള പെട്രോൾ കാശ് 100 രൂപ പെട്രോൾ കാശ് പോകും, പിന്നെ ഫുഡ് കഴിക്കാൻ 100 രൂപ. അപ്പോൾ 200 രൂപ നഷ്ടമാണ്. എന്തായാലും 100 രൂപയല്ലേ പോകുള്ളൂ ടിക്കറ്റ്. അപ്പോൾ പോട്ടെന്ന് വെച്ചു, പിന്നെ ഒഴിവാക്കിട്ടു. ഇതാണ് ഞാൻ പറയുന്നത്. ജെനുവിൻസൊക്കെ റിവ്യൂ ആണെങ്കിൽ കുറേ പേരുടെ പൈസ കുറേ ഇപ്പോൾ അവന് 100 രൂപ വരെ ലാഭിക്കാം. 100-110 രൂപ അവന് നഷ്ടം ഉണ്ടാകത്തില്ല. ഒരാൾ എങ്ങനെയൊക്കെയാണ് 100 രൂപ ഉണ്ടാക്കുക? നമ്മളൊക്കെ വലിയ കോടീശ്വരന്മാരൊന്നും അല്ല കോടികൾ മുടക്കി സിനിമ എടുത്തിട്ട് അത് കാണാൻ. നമുക്ക് ഇവരിപ്പോൾ നല്ല പടം എടുത്താൽ നല്ല കാണാം എന്നുള്ളതല്ലേ ഉള്ളൂ. അതുപോലെ ഈ കള്ളത്തിനും പറയരുത്. ഈ സിനിമ കണ്ടിട്ട് ഇറങ്ങിയിട്ട് ചുമ്മാ ഞാനോ പെട്ടു നീയും പെട് എന്നുള്ള രീതിയിൽ ഒരു പരിപാടി അവതരിപ്പിക്കുന്നതാണ് ബാക്കിയുള്ളത്. എന്തൊക്കെയാണ് വിളിച്ച് പറയുന്നത്? ഈ കാശ് മേടിക്കുമ്പോഴേ സാധാരണക്കാരൻ തന്നെ മേടിക്കുന്നത്, അല്ലാത്തവൻ ഇതിന് നിൽക്കുന്നില്ല. അവൻ തന്നെ വേറെ സാധാരണക്കാരനെ വഞ്ചിക്കുന്നതായി കാണുന്നത്. ഒരു പൊട്ട പടമൊക്കെ കണ്ടിട്ട് സൂപ്പറാന്ന് പറയുന്നവനും വലിയ പൈസയൊന്നുമില്ല. ഇത് കാണിക്കാൻ നീ കയറ്റി വിടുന്നവനും വലിയ കാശുള്ളവനൊന്നും ആയിരിക്കത്തില്ല. സിനിമയോടുള്ള വല്ല താല്പര്യം കൊണ്ട് വന്ന് സ്വന്തം അത് നിലയും വിലയൊക്കെ ഉള്ളവനെ തന്നെ പറ്റിക്കാൻ കാണിക്കുന്ന ഒരു മനസ്സ് മാത്രമേ ഉള്ളൂ ഈ ഫാൻസുകാർക്കുള്ള ഒരു ദുരന്തം എന്ന് പറയുന്നൊരു കാര്യം. അവന്മാരങ്ങനെയാണ് ദുരന്തങ്ങളാകുന്നത്. കാരണം ഇവർ പറ്റിക്കുന്ന വേറെ ആരെയൊന്നുമല്ല. ഇവർ ഈ മറ്റേ മോഹൻസിനെ പോലെ കോടീശ്വരന്മാരെ പറ്റിച്ചിട്ട് കോടീശ്വരനായവനടാ ഞാൻ കോടീശ്വരന്മാരെ പറ്റിച്ച് അതല്ല. ഇവിടുത്തെ സാധാരണക്കാരൻ തന്നെ പറ്റിക്കുന്നതാണ്. ഇപ്പോൾ എൻ്റെ പടമൊക്കെ കണ്ടിട്ട് സൂപ്പറാന്ന് പറഞ്ഞ് എന്തെങ്കിലും നക്കാപ്പിച്ച മേടിച്ചിട്ട് അത് ഫേസ്ബുക്കിൽ വന്ന് പോസ്റ്റ് ഇടുക, അല്ലെങ്കിൽ വീഡിയോ ഇട്ട് പ്രൊമോട്ട് ചെയ്യാൻ ശ്രമിക്കുക എന്നൊക്കെ പറയുന്നത്. ഇത് കണ്ടില്ല, ഇതുപോലുള്ള ഒരുപാട് പേര് എന്തിന് ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നതുകൊണ്ട് എനിക്കറിയത്തില്ല. ഇവർക്ക് ആവേശം ഉണ്ടെന്ന് തോന്നുന്നു ആദ്യം കാണാൻ. 2 ദിവസം കഴിഞ്ഞ് സിനിമ കണ്ടാൽ മതി എല്ലാവരും, അപ്പം അറിയാം. പിന്നെ ഇവന്മാരുടെയൊക്കെ പടം വരുമ്പോൾ കൂടുതലും തള്ളു മാത്രമേ കാണത്തുള്ളൂ, അല്ലാതെ വലിയ കാര്യമൊന്നും കാണത്തില്ല. വല്ലപ്പോഴൊക്കെയാണ് നല്ല പടങ്ങളുള്ളൂ ഇപ്പോൾ. പിന്നെ അതിൻ്റെ ഡയറക്ടറും സ്ക്രിപ്റ്റ് ആയാലും പിന്നെ മൊത്തത്തിൽ ഈ പടത്തിൻ്റെ ഫസ്റ്റ് ഷോ കഴിയുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഇങ്ങനത്തെ പടങ്ങൾ വലിയ പടങ്ങളാണെന്ന് പറഞ്ഞ് വരുന്നത്. അങ്ങനെ ആ കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ട്. എന്താണെങ്കിലും ഇങ്ങനൊരു വിവരം ഞാൻ അറിയിക്കും. കാരണം ഇങ്ങനെയൊക്കെയുള്ള പരിപാടിക്ക് പോയി കാശ് കളയേണ്ട ഒരു ആവശ്യവും എനിക്കറിയാവുന്ന ആർക്കും ഇല്ല. അതുകൊണ്ട് പറയുന്നത് ചുമ്മാ തമാശക്കൊക്കെ പോയിരുന്ന സിനിമ കാണരുത്. കാരണം 2-2.5 മണിക്കൂർ ഇരുന്ന് ഈ മണ്ടത്തരമൊക്കെ കാണുന്നവന്മാരുടെ 2.5 മണിക്കൂർ മണ്ടത്തരം കാണാൻ നമ്മൾ കാശ് കൊടുക്കണമെന്നൊക്കെ പറയുന്നത് ഭയങ്കര മണ്ടത്തരമാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ആ പൈസ കളയുവാണ് എന്നാൽ പിന്നെ വെറുതെ വേറെ ആർക്കെങ്കിലും വെറുതെ ബുദ്ധിമുട്ടുള്ളവർക്കോ കാശില്ലാത്തവർക്കോ കൊണ്ട് കൊടുക്കുക. എല്ലാ മെഡിക്കൽ കോളേജിലോട്ടൊക്കെ നടന്നിട്ട് ഏതെങ്കിലും രോഗിക്ക് മരുന്ന് മേടിച്ച് കൊടുത്താൽ ഇതിലും ഗുണമുണ്ട്. ഇത് 2.5 മണിക്കൂർ അതിനകത്ത് കുത്തിയിരിക്കണമെന്ന് ഈ മണ്ടത്തരവും കണ്ടുകൊണ്ട് ഈ പൊട്ടന്മാർ കാണിക്കുന്ന വിഡ്ഢിത്തരങ്ങളും കണ്ടുകൊണ്ട് വർത്താനവും കേട്ട് ഈ നശിച്ച വർത്താനവും ഊള സീൻസും കണ്ടിരിക്കേണ്ട ഗതികേടെന്ന് പറയുന്നത് വലിയൊരു ഗതികേടാണ്. അതുകൊണ്ട് ഞാൻ ആദ്യം സിനിമയൊന്നും കാണാറില്ല, ഇതും കണ്ടിട്ടില്ല, കാണത്തുമില്ല. ഇങ്ങനെയാണ് പടം കാണാതിരിക്കുന്നത് എങ്ങനെയാണെന്ന് പറയുന്നത്. എല്ലാവരും പറയുന്നത് ഈ പടം കണ്ടിട്ടാണോ പറഞ്ഞ റിവ്യൂ അല്ല ഇത്. ആദ്യം മനസ്സിലാക്കണം. റിവ്യൂ എന്ന് പറഞ്ഞാൽ പടം കണ്ടിട്ട് എന്തെങ്കിലും പടത്തെ പറ്റി പറയണം, ഇതാവുന്നില്ല. ഞാൻ എപ്പോഴും പറയുന്നുണ്ട് ഈ പടം കാണേണ്ട ആവശ്യമില്ല, ഇങ്ങനെയാണ് കാര്യങ്ങളെങ്കിൽ ഈ പടം കണ്ടാൽ നിങ്ങൾക്ക് നഷ്ടം ഉണ്ടാകുമെന്നാണ് പറയുന്നത്.